ഈ നടൻ ഉണ്ണി മുകുന്ദനെതിരായ മർദ്ദന കേസിൽ CCTV ദൃശ്യങ്ങളും മൊഴികളൊക്കെ എന്തായാലും വിശദമായി പരിശോധിക്കാനുള്ള നീക്കത്തിൽ തന്നെയാണ് പോലീസ്. ഈ ഉണ്ണി മുകുന്ദൻ മുൻ മാനേജറുടെ ഫ്ളാറ്റിൽ എത്തുന്ന ദൃശ്യങ്ങളാണ് പരിശോധിക്കുന്നത് അല്ലേ? ഇതിലിപ്പോൾ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം നടപടി എന്നാണ് FEFCയും അറിയിക്കുന്നത്. എന്താണിപ്പോൾ ഈ കേസിൽ ഇതുവരെ എന്തായി കാര്യങ്ങൾ? ശ്രുതി, ഈ കേസിന് രണ്ട് തലങ്ങളാണുള്ളത്. ഒന്ന്, ഉണ്ണി മുകുന്ദന്റെ മാനേജരായി 6 വർഷം പ്രവർത്തിച്ച വിപിൻ കുമാറാണ് ഉണ്ണി മുകുന്ദൻ മർദ്ദിച്ചു, നരിവേട്ട എന്ന സിനിമയെ പ്രശംസിച്ച് സമൂഹ മാധ്യമങ്ങളിൽ കുറിപ്പ് പങ്കുവച്ചതിന് പ്രകോപനം, ആ പ്രകോപനത്തിൽ മർദ്ദിച്ചു എന്നതാണ് പരാതി. പക്ഷെ അതുകൂടാതെയും പ്രശ്നങ്ങളുണ്ട് എന്നതാണ് പോലീസ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഈ പരാതിയിന്മേൽ 6 വകുപ്പുകൾ ചുമത്തി ഉണ്ണി മുകുന്ദനെതിരെയും പോലീസ് കേസെടുത്തതാണ്. അതിന്മേൽ വിശദമായ മൊഴി രേഖപ്പെടുത്തുക, തുടർ നടപടികളിലേക്ക് കടക്കുക എന്നത് പ്രധാനമാണ്. അതേസമയം ഉണ്ണി മുകുന്ദൻ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഇന്ന് ആ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുകയും ചെയ്യും. അതിനിടെ പ്രധാനമായും തന്റെ കാക്കനാട് ഫ്ളാറ്റിൽ ഉണ്ണി മുകുന്ദൻ വരികയും വിളിച്ച് പാർക്കിംഗ് ഏരിയയിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് മർദ്ദിക്കുകയും, അതായത് തന്റെ ഗ്ലാസ് പൊട്ടിക്കുകയും കരണത്തടിക്കുകയും ഭീഷണിപ്പെടുത്തുകയും വധഭീഷണി മുഴക്കുകയും ഒക്കെ ചെയ്തു എന്നതാണ് വിപിൻ കുമാറിന്റെ ആരോപണം. അതിലാണ് ഈ ഫ്ളാറ്റിലെ വിവിധ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചത്. ആദ്യഘട്ടത്തിൽ ശേഖരിച്ച CCTV ദൃശ്യങ്ങളിൽ വലിയ മർദ്ദനം സാധൂകരിക്കുന്ന ദൃശ്യങ്ങളില്ല. അതേസമയം ഇരുവരും സംസാരിക്കുന്നതും ഒക്കെ ഉണ്ട്. അതിൽ കൈപിടിച്ച് തിരിച്ചു എന്നൊക്കെയാണ് പ്രധാനമായും പരാതിക്കാരൻ പറയുന്നത്. അതിൽ പോലീസ് പറയുന്നത് ആദ്യഘട്ടത്തിൽ ഇതിന്റെ തെളിവുകൾ ശേഖരിക്കുക, പരാതിക്ക് ആധാരമായ സംഭവങ്ങളെ വിശദമായി പരിശോധിക്കുക എന്നതാണ്. അതിൽ പരാതിക്കാരന്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. വീണ്ടും വിശദമായ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ടെങ്കിൽ അതിലേക്ക് കടക്കും. അതിനുശേഷമായിരിക്കും ഉണ്ണി മുകുന്ദനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക്. കാരണം 6 വകുപ്പുകൾ ചുമത്തി FIR രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. അതിന് തുടർ നടപടി ഉണ്ടാകും എന്നാണ് പോലീസ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഈ ദൃശ്യങ്ങൾ വിശദമായി പരിശോധിക്കുക, പരാതിക്കാരൻ ആരോപിക്കും വിധമുള്ള അതിക്രമം ഉണ്ടായിട്ടുണ്ടോ, എന്തിനാണ് ആ സമയത്ത് ഫ്ളാറ്റിലേക്ക് ഉണ്ണി മുകുന്ദൻ എത്തിയത്, ആ ഘട്ടത്തിലും യഥാർത്ഥത്തിൽ മാനേജർ എന്ന നിലയിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു. ഇടക്കാലത്ത് വളരെ കുറഞ്ഞ സമയത്തിനിടെയാണ് ഇരുവരും തമ്മിൽ തർക്കമുണ്ടായത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം. അതെന്താണ് എന്നത് വിശദമായി പരിശോധിക്കും. ഇത് കൂടാതെ രണ്ടാമത്തെ തലം എന്നത് വിപിൻ കുമാർ FEFCയ്ക്ക് പരാതി നൽകിയിട്ടുണ്ട്. അതായത് FEFCയിൽ സാങ്കേതികമായി അംഗത്വമുള്ള ആളാണ് യഥാർത്ഥത്തിൽ വിപിൻ കുമാർ. അതുകൊണ്ട് അങ്ങനെ ഒരു പരാതി ചലച്ചിത്ര സംഘടനകളുടെ മുൻപിലേക്ക് വരുന്നു. അതിൽ FEFCA ആദ്യം ചെയ്തത് ഈ പരാതിയും മറ്റൊരു ചലച്ചിത്ര സംഘടനയിലെ അംഗം കൂടി എതിർകക്ഷിയായുള്ള ഒരു പരാതിയായതുകൊണ്ട് ആ പരാതിയുടെ പകർപ്പ് AMMAക്ക് കൈമാറിയിട്ടുണ്ട്. AMMA അതിലൊരു നിലപാട് സ്വീകരിക്കണമെന്ന് FEFCA ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതുകൂടാതെ FEFCA തന്നെ ഈ കാര്യത്തിൽ ഒരു ആഭ്യന്തര പരിശോധന നടത്തിയിട്ടുണ്ട്. അതിനുശേഷം എന്ത് നടപടി സ്വീകരിക്കണം എന്നത് സംബന്ധിച്ചൊരു തീരുമാനമെടുക്കും. സ്വാഭാവികമായും ചലച്ചിത്ര സംഘടനകളുടെ തീരുമാനങ്ങളെ പൂർണ്ണമായും അവഗണിക്കുക എന്നത് താരങ്ങൾക്കോ ആ സംഘടനയിലെ അംഗങ്ങൾക്കോ കഴിയുകയില്ല. അതിലൊരു അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചിരുന്നു. ആ റിപ്പോർട്ട് ലഭ്യമായതിന് ആ റിപ്പോർട്ട് പരിശോധിച്ചതിന് ശേഷമായിരിക്കും തുടർ നടപടികൾ. ഏതെങ്കിലും നിലയ്ക്ക് സംഘടനാപരമായ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ടോ, അതല്ലെങ്കിൽ മധ്യസ്ഥ ചർച്ചകൾക്ക് കളമൊരുക്കേണ്ടതുണ്ടോ, എന്താണ് ഈ പ്രശ്ന പരിഹാരത്തിനുള്ള വഴി, അതല്ലെങ്കിൽ പരാതിക്കാരൻ ആവശ്യപ്പെടുന്നത് പോലെയുള്ള ഇടപെടലുകൾ, എന്തെങ്കിലും നടപടികൾ ആവശ്യമുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ അതിനുശേഷമായിരിക്കും തീരുമാനിക്കുക എന്നാണ് FEFCയും അറിയിക്കുന്നത്. സമാന്തരമായി പോലീസിന്റെ നടപടികളും പുരോഗമിക്കുന്നുണ്ട്. ശരി, സജോ ദേവസ്യാണ് വിശദാംശങ്ങൾ നൽകിയത്.